മതഭീകരവാദ പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട്. അത് കാരണം എന്താണ് എന്നുള്ളതാണ്. അത് പ്രത്യയശാസ്ത്രപരമാണോ, രാഷ്ട്രീയമാണോ, സാമ്പത്തികമാണോ? ഭീകരവാദത്തിന് ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതിൽ നമ്മൾ നേരത്തെ മതവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തിൽ ഉള്ള സാധ്യതകളിൽ 2-3 പറഞ്ഞു. ഒന്ന്, മതവും രാഷ്ട്രവും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ല എന്ന് പറയാം, അത് യൂറോപ്യൻ മെത്തേഡാണ്. 2, മതം തന്നെ പാടില്ല എന്ന് പറയാം, അത് മാർസിയൻ മെത്തേഡാണ്. 3, മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും മൂല്യങ്ങൾ, രാഷ്ട്രീയത്തിൻ്റെയും മൂല്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുക, അത് ഇന്ത്യൻ മെത്തേഡാണ്. 4മത്തെ ഒരു മെത്തേഡ് ഉണ്ട്, അത് ഇന്ത്യക്ക് അന്യമാണ് എന്നാൽ ഇന്ത്യയിൽ സജീവമാണ്. 4മത്തെ മെത്തേഡ് മതം തന്നെയാണ് രാഷ്ട്രം എന്ന വാദമാണ്. അതാണ് മതരാഷ്ട്രം എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ പ്രയോഗത്തിൽ അത് കണ്ടത് 2 തവണയാണ്. ഒന്ന് ദ്വിരാഷ്ട്രവാദം. ഞാനും എൻ്റെ അയൽപക്കത്ത് ജീവിക്കുന്ന ശ്രീകാന്തും 2 മതക്കാരായതുകൊണ്ട് തന്നെ ഒരേ ദേശത്തിൽ ഒരേ സംസ്കാരം പങ്കിട്ടുകൊണ്ട് ജീവിക്കുക അസാധ്യമാണ്. അതാണ് 2 നേഷൻ തിയറി എന്ന് പറയുന്നത്. മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച അതാണ് നമ്മൾ ആദ്യം കേട്ട മതരാഷ്ട്രം. ഇസ്ലാമിനെ ജിന്നക്ക് പക്ഷേ ഇസ്ലാം ആയിരുന്നില്ല, അത് മുസ്ലിം ആയിരുന്നു. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് മഹാഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മതരാഷ്ട്രം. അത് മതമേ ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ മതവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമും ജിന്നയും തമ്മിലൊരു ബന്ധവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് മുസ്ലിം എന്നൊരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ് അവിടെ കളിച്ചത്. മുസ്ലിം രാഷ്ട്രം എന്ന ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹം മുഴക്കിയത്. രണ്ടാമതൊരിക്കൽ നമ്മൾ കണ്ടത് ഖലിസ്ഥാനിലാണ്. ഖലിസ്ഥാൻ തീവ്രവാദം അങ്ങനെ ഒന്നാണ്. 1940 ലാഹോർ പ്രമേയത്തിലൂടെ പാകിസ്ഥാൻ വാദം മുന്നോട്ട് വന്നതെങ്കിൽ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ 46 നമ്മൾ ഓർക്കേണ്ട കാര്യം, പാകിസ്ഥാൻ വാദത്തെ അതിശക്തമായി എതിർത്തവരാണ് ഖലിസ്ഥാനികൾ, സിഖുകാർ. ഇന്ത്യയിലെ സിഖുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയും പാകിസ്ഥാനെ വിഭജിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായി വാദിക്കുകയും ചെയ്തവരാണ്. പക്ഷേ അവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബോധോദയം, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിക്കുന്നു എന്ന് ജിന്ന അവർക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്ത ഈ കൾച്ചറൽ അനീലേഷൻ, സാംസ്കാരികമായ ഒരുതരം അപരത്വം ഞങ്ങളും നാളെ അനുഭവിക്കുമോ എന്ന ശങ്കയിൽ നിന്നാണ് അവർ മുന്നോട്ട് വന്നത്. ആ ശങ്കയാണ് 46 ആയപ്പോൾ അവർക്ക് ഒരു സിഖു രാഷ്ട്രം എന്ന വാദം വന്നത്. അതാണ് ഈ ശിരോമണി അകാലിദൾ SAD ഉണ്ടാകുന്നത്. അവരാദ്യം വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. 1956 നമ്മൾ ഭാഷാ സംസ്ഥാനങ്ങൾ വന്നല്ലോ. ഭാഷാ സംസ്ഥാനങ്ങൾ വന്നപ്പോൾ അവർ സംസ്ഥാനം സ്വീകരിച്ചില്ല. പഞ്ചാബ്, ഞങ്ങൾക്ക് അങ്ങനെ പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന ഒരു സംസ്ഥാനമല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന കലാപം കൂട്ടി അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു സിഖ് മതത്തിന് സ്വയംഭരണാവകാശമുള്ള ഒരു സംസ്ഥാനം വേണം. അവിടെയാണ് വിഘടനവാദം വന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും സിഖുകാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്രവാദത്തിൻ്റെ ലക്ഷണമൊത്ത മാതൃകയാണത്. പക്ഷേ 2 തവണയാണ് അതിൻ്റെ വലിയ പാതകം, വലിയ കെടുതികൾ. ഒന്ന് പാകിസ്ഥാൻ വിഭജനകാലത്താണ്, ഒരിക്കലും തീരാത്ത ചോരച്ചാലുകൾ തീർത്തത് അങ്ങനെയാണ്. കബന്ധങ്ങളുടെ തീവണ്ടികൾ ഉണ്ടായത് അന്നാണ്. ഒരു വിഭജനം നമ്മൾ കണ്ടു മടുത്തതാണ്. പക്ഷേ 2മത്തെ വിഘടനവാദം വന്നത് പഞ്ചാബിലാണ്. അത് നമ്മൾ അടിച്ചമർത്തി ഒരുവിധം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോഴും പഞ്ചാബിലും വിദേശ രാജ്യത്തും ഒക്കെയായി സിഖ് തീവ്രവാദം വളരെ ശക്തമായിട്ടുണ്ട്. 3മത്തെ ഒന്ന് ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ, വലിയ അലസതയോടെ അലസമായി മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ. ഇന്ത്യയുടെ 6 അതിർത്തി സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളോട് ചേർന്ന് ആ പരിസരത്ത് ഒരു ക്രിസ്തു രാജ്യം ആവശ്യമാണെന്നും അതിനാവശ്യമായ സൗകര്യം ചെയ്തു തരണമെന്നും എന്നോട് 2024 ജനുവരി മാസത്തിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി ലോകത്തിലെ ഒരു വൻകിട രാഷ്ട്രം അപേക്ഷിച്ചിരുന്നു എന്നും നമ്മളോട് ഇപ്പോൾ തുറന്നു പറയുന്നത് നമ്മൾ അഭയം കൊടുത്ത ഷെയ്ഖ് ഹസീനയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളായ 5 ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളോട് ചേർന്ന് അവരെ കൂടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ക്രിസ്തു രാജ്യത്തിന് സ്പേസ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അമേരിക്ക ആയിരിക്കണം. അതിനവർ വഴങ്ങാത്തത് കൊണ്ടാണ് അവരെ അട്ടിമറിച്ചത്. അതിനെ തുടർന്നാണ് അമേരിക്കൻ പാവയായ മുഹമ്മദ് യൂനുസിനെ അവിടെ ചീഫ് അഡ്വൈസറാക്കി കൊണ്ടുവന്നത്. ശ്രീകാന്തിൻ്റെ ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാനിൽ വെറുതെ കലാപം ഉണ്ടാകുന്നില്ല, കലാപം ഉണ്ടാക്കുന്നതാണ്. കലാപത്തിൽ സാമ്രാജ്യത്വത്തിന് പങ്കുണ്ട്. ആരാണ് ബിൻ ലാദൻ എന്ന് ചോദിച്ചാൽ, അമേരിക്കൻ താവളങ്ങളിൽ പരിശീലനം നേടി, അമേരിക്കക്ക് അന്ന് ഭൂമിയിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, അത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം കൊടുത്ത്, ആയുധം കൊടുത്ത്, ആളും അർത്ഥവും കൊടുത്ത് കാബൂളിലേക്ക് കയറ്റി വിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ആ ടാർഗറ്റ് നേടിക്കഴിഞ്ഞപ്പോൾ ഇവർ അമ്മയുടെ തന്നെ നെഞ്ചത്തേക്ക് തിരിഞ്ഞു. അതാണ് ബിൻ ലാദൻ്റെ കേസ്.
ബിൻ ലാദൻ്റെ ചരിത്രം ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് എങ്ങനെയുണ്ടായി? ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടി ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിങ്ങനെയാണ്, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് മിസോറാം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂർ മുഖ്യമന്ത്രിക്കെതിരായി പരസ്യമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്? വെറുതെ ഇറക്കുന്നതല്ല. 2 സാമ്രാജ്യങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് നമ്മുടെ അതിർത്തി ദേശത്തും ബംഗ്ലാദേശിനും മീതെ. രണ്ട് അതിർത്തി രാജ്യങ്ങൾ, 2 ശത്രു രാജ്യങ്ങൾ. ഒന്ന് അമേരിക്കൻ താവളത്തിന് വേണ്ടി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. 2 ഓൾറെഡി ബംഗ്ലാദേശിൻ്റെ ഒരു മുനമ്പിൽ ചൈന ഒരു തുറമുഖം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൈനയുടെ തുറമുഖം വന്നാൽ അമേരിക്കയുടെ ഭീഷണി അവർക്ക് നേരത്തെ കാണാൻ പറ്റും. ചൈനക്കും വേണം ബംഗ്ലാദേശിനെ, അമേരിക്കക്കും വേണം ബംഗ്ലാദേശിനെ. 2 കൂട്ടർക്കും വലവീശി പിടിക്കാവുന്ന തരത്തിൽ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ വളരെ സങ്കീർണമാണ്, പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. മതം ഒരു പ്രധാനപ്പെട്ട എലമെൻ്റായി നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. നിഷേധിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും മത തീവ്രവാദം മാത്രം അപകടമാണെന്ന് കരുതരുത്. എല്ലാ അടുക്കളയിലൂടെയും കടന്നു വരുന്ന മത തീവ്രവാദം തന്നെയാണെന്നും അവർക്കൊക്കെ വൈദേശിക സഹായം എപ്പോഴും ലഭ്യമാണെന്നും. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ തകർക്കാനുള്ള അവസരം കിട്ടിയാൽ ആരും കളയില്ല. ചൈനയും കളയില്ല, അമേരിക്കയും കളയില്ല. അതുകൊണ്ട് ഇപ്പോൾ മണിപ്പൂർ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതരുത്. മിസോറാം ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതരുത്. ഈ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേകത കൂടി ഓർക്കണം. ത്രിപുരയിൽ നിന്ന് ഞാൻ ബസ് കയറിയിട്ട്, ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ നിന്ന് ബസ് കയറിയിട്ട് മണിക്കൂറുകൾ യാത്ര ചെയ്ത് എത്തുന്നത് പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലാണ്. 2 തവണ ബോർഡർ കടന്നാണ് പോകുന്നത്. ബംഗ്ലാദേശ് മുറിച്ച് കടന്നാണ് പോകുന്നത്. ഒരു രാജ്യം മുറിച്ച് കടന്നു വേണം നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ. അങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങളിലാണ് ഈ തീവ്രവാദം ശക്തിപ്പെടുന്നത്. നമ്മൾ കാണണം. ക്രിസ്ത്യൻ തീവ്രവാദമല്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയുന്നൊരു മലയാളം പറയാം. ഹിറ്റ്ലറെ നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്. ആരാണ് കൂട്ടരെ? ഹിറ്റ്ലർ. നാളെ രാവിലെ 11 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ഉള്ളപ്പോൾ ഈ രാജ്യം ക്രിസ്തു രാജ്യമാകുമെന്ന് പ്രഖ്യാപിച്ച ഒരു കത്തോലിക്ക നേതാവിൻ്റെ പേരാണ് ഹിറ്റ്ലർ എന്ന് മറന്നു പോകാൻ പാടില്ല എന്ന് ഭീകരവാദത്തെക്കുറിച്ച് കാണുമ്പോൾ സമഗ്രമായിട്ട് കാണണം എന്ന് ഞാൻ ചേർത്ത് പറയുകയാണ്.